ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ സ്റ്റോറിയാണ് കേട്ടോ. അപ്പം എല്ലാവരും കഥ കേൾക്കുക. കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്സ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മുഷിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക് പോയാലോ. ഇന്നത്തെ കഥയിൽ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ്റനൻസ് ആയിട്ടുള്ള ആളും ഒരു ഹോസ്റ്റൽ സ്ത്രീയും, അതായത് ഹോസ്റ്റലിൽ താമസിക്കുന്ന സ്ത്രീയും, അങ്ങനെ അവരുടെ തമ്മിലുള്ള ഒരു കഥയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ കഥ നന്നായിട്ട് കേൾക്കുക. ഓക്കെ. ഉച്ചയോണ് കഴിഞ്ഞ സമയത്തായിരുന്നു നിമേഷ് കടയിലേക്ക് വരുന്നത്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടായിരുന്നു. പുതിയ കുട്ടികളും പിന്നെ ഞങ്ങളും പിന്നെ ടീന ചേച്ചിയും എല്ലാവരും ഉള്ള സമയത്തായിരുന്നു നിമേഷ് വന്ന് കയറിയത്. ആ ഒരു സമയത്തായിരുന്നു ടീന ചേച്ചി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, എടീ സൗമ്യ, നീ ഒന്ന് പോയിട്ട് വാ, നമ്മുടെ ഹോസ്റ്റലിൽ ചെറിയ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ ചെക്കൻ്റെ കൂടെ ഒന്ന് പോയാൽ മതി നീ. പിന്നെ എന്തെങ്കിലും സഹായമോ കാര്യങ്ങളോ വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. ചെക്കനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആര് സമാധാനപ്പെടും? പിന്നെ ഈ പിള്ളേരെയും പറഞ്ഞു വിടാൻ പറ്റില്ല. അതുകൊണ്ട് നീ തന്നെ പോയാൽ മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലോ, നീ ഒന്ന് ജസ്റ്റ് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ തള്ളിവിട്ടു. എടി ഞാനെങ്ങനെ പോകും? ഞാൻ ചോദിച്ചു. ടീന ചേച്ചി, ഞാൻ ഒറ്റയ്ക്ക് ആ ഒരാളുടെ കൂടെ പോകണോ? എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരാളാണ്, അപ്പം ഞാൻ എങ്ങനെ പോവാ എന്നൊക്കെ ഞാൻ ചോദിക്കുന്ന സമയത്ത് ടീന ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു, നീ പോയിട്ട് വാ, കുഴപ്പമൊന്നുമില്ല, ആളൊരു ചെറുന്ന് ബൈക്കിനടി, പിന്നെ ഈ പിള്ളേരെ വിടാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ഹെൽപ്പോ കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നീ ചെയ്തു കൊടുത്താൽ മതി, ബാക്കിയൊന്നും നോക്കണ്ട. പിന്നെ അവൻ ശരിയാക്കുന്ന സമയത്തും ശ്രദ്ധിക്കാം, അത്ര മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട എന്ന് ടീന ചേച്ചി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ചേച്ചി, എന്നാലും ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോവാ? അതും വീട്ടിലാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവില്ലേ? പെട്ടെന്ന് ടീന ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ അറിയാനിപ്പം ഒന്നാമതാണെന്നുണ്ടെങ്കിൽ നിന്റെ ഭർത്താവിനെ നിന്നെ കണ്ടുകൂടാ, പിന്നെയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെ ഒന്ന് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൻ പറഞ്ഞപ്പം നിനക്ക് ഇത്ര പുതുമയാണെന്നുണ്ടെങ്കിൽ ഞാൻ പൊക്കോളാം എന്ന് ടീന ചേച്ചീൻ്റെ അടുത്ത് കുറച്ച് കടുപ്പിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ പറഞ്ഞു, വേണ്ട ചേച്ചി, ഞാൻ പോയിട്ട് വരാം, എന്താണെന്നുണ്ടെങ്കിലും നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ചെക്കനുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് ഞങ്ങളുടെ കൂടെ ടീന ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, എടി നീ എങ്ങനെ പോവാ? ഇവിടെ വണ്ടിയും കാര്യങ്ങളും വേറെ ഒന്നുമില്ലല്ലോ, നീ ഒരു കാര്യം ചെയ്യ്, ആ ചെക്കൻ്റെ കൂടെ പൊക്കോ. പെട്ടെന്ന് അത് കേട്ട സമയത്ത് ഞാൻ ചേച്ചിയെ വിളിച്ചു. ചേച്ചി, എന്തായി പറയുന്നേ? പെട്ടെന്ന് ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു, അത് കുഴപ്പമില്ലടി, നീ ജസ്റ്റ് കയറിപ്പൊക്കോ, ബാക്കി കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം എന്ന് ടീന ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു. ചേച്ചി, അത് ശരിയാവില്ല, ഏതെങ്കിലും വണ്ടി ശരിയാക്ക് എന്ന് പറയുന്ന സമയത്ത് ടീന ചേച്ചി വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞു, കുഴപ്പമില്ല എൻ്റെ സൗമ്യയെ, നീ കയറിപ്പോകാൻ നോക്ക്, എത്തിയിട്ട് വിളിച്ചാൽ മതി എന്ന് ടീന ചേച്ചി മാത്രം പറഞ്ഞു. പെട്ടെന്ന് ആ സമയത്ത് ഞാൻ നിമേഷിനോട് ചോദിച്ചു, എടാ ഞാൻ പിന്നിൽ നിന്നാൽ മതിയോ? കുഴപ്പമില്ല നിനക്ക്? പെട്ടെന്ന് അവൻ പറഞ്ഞു, എന്ത് കുഴപ്പം, കയറാൻ നോക്ക്, എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ജോലി എത്തള, ഇപ്പം നിങ്ങളുടെ ഹോസ്റ്റലിൻ്റെ പണി കഴിഞ്ഞിട്ട് വേണം കുറേ ജോലികളൊക്കെ തീർക്കാൻ, അതെല്ലാം പെൻഡിങ് കിടക്കാണ്, അതൊക്കെ അറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ശേഷം ഞാൻ കയറിയ സമയത്ത് തന്നെ അവൻ വണ്ടി എടുത്തു. പെട്ടെന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഒന്ന് നിർത്ത്, ഞാൻ സാരി അവിടുത്തേക്കുന്നത്, ആ മുന്താണി ഒന്ന് പിടിച്ചു വെക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനെ കുരുങ്ങി കഴിഞ്ഞാൽ താഴെ കിടക്കും നമ്മൾ രണ്ടുപേരും എന്ന് പറഞ്ഞ് ഞാൻ ആ ഒരു മുന്താണി പിടിച്ച് മടക്കി വെച്ചു. അങ്ങനെ അവൻ മെല്ലെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞാനും ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പം ഒന്ന് പേടിച്ചു, ആദ്യമായിട്ടാണ് വണ്ടിയിലിരിക്കുന്നത്. പെട്ടെന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, എടാ പതുക്കെ പോയാൽ മതി, എനിക്ക് ശരിക്കും പേടിയുള്ളതാണ് കേട്ടോ. അങ്ങനെ പറയുന്ന സമയത്ത് അവൻ പറഞ്ഞു, പേടിയൊന്നും വേണ്ട, പിടിച്ചിരുന്നാൽ മതി, ഞാൻ നോക്കി വണ്ടി ഓടിച്ചോളാം, എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പെട്ടെന്ന് അവൻ എന്നോട് പറയുന്ന സമയത്ത് ഞാനൊന്ന് ചിരിച്ചു, കൂടെ അവനും. അങ്ങനെ ആദ്യം സാധാരണ റോഡിലൂടെ വണ്ടി യാത്രയായി. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ കട്ടറുകൾ വരാൻ തുടങ്ങി. അങ്ങനെ ആ കട്ടറിൽ വീഴുന്ന സമയത്തും ഞാൻ പേടിക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടും വണ്ടി ഇങ്ങോട്ടും
എല്ലായിടത്തും ആടി ഉലയുന്ന സമയത്ത് എനിക്കെന്തോ പേടി പോലെ തോന്നി. ഞാൻ പറഞ്ഞു, പതുക്കെ ഓടിക്കട്ടോ, എനിക്ക് പേടിയുള്ളതാ എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് അവൻ എന്നോട് പറഞ്ഞു, ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ എൻ്റെ കുട്ടി, ഇങ്ങനെ നടന്നാൽ മതിയോ എന്നൊക്കെ പറഞ്ഞ് ആള് വണ്ടി ഓടിച്ചു പോയി. ഞാൻ പതുക്കെ അങ്ങനെ ഇരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ഇടവഴിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്റ്റൽ റൂമിൻ്റെ ഫ്രണ്ടിലെത്തി. ടീനേജ് എൻ്റെ കയ്യിൽ തന്നിരുന്ന താക്കോല് അപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാനത് കരുതിയിരുന്നു. പെട്ടെന്ന് അകത്തേക്ക് കയറുന്ന സമയത്ത് ഞാൻ അവനോട് പറഞ്ഞു, ചെരുപ്പൂരിയിട്ടിട്ട് കയറിയാൽ മതി കേട്ടോ. അങ്ങനെ അവൻ ചെരുപ്പൂരിയിട്ടിട്ട് അകത്തേക്ക് കയറിയ സമയത്ത് എനിക്കും എന്തോ ടെൻഷൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞു, ഞാനിവിടെ നിൽക്കാം, താൻ അകത്ത് കയറി കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പോരെ എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് അവൻ എന്നോട് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് പോകാനോ? ഇനി അവിടെ നിന്ന് എന്തെങ്കിലും മിസ്സായിട്ടോ വല്ല എനിക്ക് വേണം, ഇനി എല്ലാം എൻ്റെ തലയിലാവാൻ. മാഷി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറ്റി. ഞാൻ അകത്തേക്ക് കയറുന്ന സമയത്ത് ഞാനും അവനും ഒറ്റയ്ക്കായിരുന്നു അകത്ത്. പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിൽ ആകെ ടെൻഷനായിരുന്നു. ആരെങ്കിലും കാണുമോ? ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? തൊട്ടപ്പുറത്ത് ഹൗസ് ഓണറായിട്ടുള്ള മനുഷ്യൻ അവിടെ ഉണ്ട്. എന്നെ ഇവനെയും കൂടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അയാളെ തെറ്റിദ്ധരിക്കും എന്ന് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവനുമായിട്ട് അങ്ങനെ നിന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഹൗസ് ഓണർ അപ്പുറത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അയാൾ ഇങ്ങോട്ട് വരാനും ചാൻസ് ഉണ്ട്. മുറ്റത്താണെന്നുണ്ടെങ്കിൽ ഒരു ബൈക്ക് ഇരിക്കുന്നു. എന്തൊക്കെയായാലും അയാൾ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ പെട്ടെന്ന് അവനോട് പറഞ്ഞു, എടാ, ആ ബൈക്ക് എടുത്ത് കുറച്ചങ്ങോട്ട് നീക്കി വെച്ചേരെ, അല്ലെങ്കിൽ അതൊരു പണിയാവും. പെട്ടെന്ന് അവൻ എന്നെ നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങളെന്തിനാ പേടിക്കുന്നേ? നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, പിന്നെന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പേടിക്കേണ്ട ആവശ്യം എന്താണ് എന്നവൻ ചോദിക്കുന്ന സമയത്ത്, അതൊന്നും അല്ലടാ, നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഇതിനീ നാട്ടിലെല്ലാം അറിഞ്ഞ് അവരെന്തായാലും പറയും എന്നൊക്കെ ഞാൻ അവനോട് പറയുമ്പോൾ അവൻ എന്നെ നോക്കിയത് പുഞ്ചിരിച്ചു. അതെ, ഇങ്ങനെ പേടിച്ചു നിന്ന് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പേടിക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ എന്നവൻ പെട്ടെന്ന് എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞു. ഞാൻ ഒന്ന് പുഞ്ചിരിച്ചു. അങ്ങനെ അവൻ മെയിൻ്റനൻസിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ തുടങ്ങി. ആ സമയം ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. അവൻ്റെ പണികളും കലാവിരുതും എല്ലാ കാര്യങ്ങളും. പെട്ടെന്നായിരുന്നു പുറത്ത് മുറ്റത്തേക്ക് ഒരു ശബ്ദം കേൾക്കുന്നത്. ഒരു ചെറിയ മിതിയടി പോലുള്ള ശബ്ദമാണ്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അതപ്പുറത്തെ ഹൗസ് ഓണറാണ്. അയാൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുടുങ്ങിയത് തന്നെ. ഇനി എന്താണ് ഏതാണെന്നുള്ള 100 വട്ടം ചോദ്യങ്ങൾ വരും. പിന്നെ എന്തേലും കണ്ടാലും മതി, നാട്ടുകാരുടെ അടുത്ത് നിന്നാണെന്ന് പറയും. അതെന്തൊക്കെയായാലും വേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, എടാ, അങ്ങോട്ട് മാറണം, അയാൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാറിയേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ അവനോട് പറഞ്ഞു. പെട്ടെന്ന് അവൻ വീണ്ടും ചോദിച്ചു, എന്തിനിങ്ങനെ പേടിക്കേണ്ട ആവശ്യം എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാൻ അവനെ പിടിച്ചു വിളിച്ചു. ഇങ്ങോട്ട് പോരെ, വെറുതെ ഇവിടെ നിന്നിട്ട് പണി മേടിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവനെയും കൊണ്ട് അകത്തേക്ക് കയറി ആദ്യം അടുക്കളയിലും അവിടെ നിന്ന് പിന്നെയും അയാള് ആരാന്ന് ചോദിച്ച് അകത്തേക്ക് കയറി വരുന്ന ശബ്ദം കേട്ടിട്ട് ഞാൻ അവനെയും പിടിച്ച് ബെഡ്റൂമിലേക്ക് കയറി. ആ സമയത്ത് അയാൾ അവിടെ എല്ലാം നടക്കുന്നുണ്ടായിരുന്നു. അയാള് ആ മെയിൻ്റനൻസ് ചെയ്ത വർക്കിൻ്റെ അടുത്തെല്ലാം പോയി നോക്കുകയും അവിടെ താഴെ വീണ പൊടികളെല്ലാം ഒന്ന് തൊട്ട് നോക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും അവനും തൊട്ടൽപ്പം മാറി നിന്നു. പെട്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞു, എടാ, നീയൊന്നും വിചാരിക്കണ്ട, ഞങ്ങൾ ഹോസ്റ്റൽ ഗേൾസ് അല്ലേ, എന്തെങ്കിലും ഒരിത് കിട്ടിയാൽ മതി, പിന്നീട് നാട്ടുകാർക്ക് പറഞ്ഞു നടക്കാൻ, നിനക്കത് മനസ്സിലാവുമല്ലോ എന്ന് പറയുമ്പോൾ അവൻ എൻ്റെ അടുത്ത് തന്നെ നിന്ന് ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. മനസ്സിലായി എന്ന് മറുപടിയും പറഞ്ഞു. അങ്ങനെ ആ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും അയാൾ പോയെന്ന് നോക്കുന്നുണ്ട്. കൂട്ടത്തിൽ അവനും എത്തി നോക്കി എൻ്റെ കൂടെ. ഞങ്ങൾ രണ്ടുപേരും അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അയാൾ പതുക്കെ ഇറങ്ങി പുറത്തേക്ക് നടന്നു. ആ സമയത്ത് എൻ്റെ മനസ്സിൽ എന്തോ ഒരു സന്തോഷം പോലെ തോന്നി. ഞാൻ അങ്ങനെ തന്നെ നിന്നു.
കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾ ഗേറ്റിനടുക്കി അവരെത്തി. പതുക്കെ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് പോയി. ആ സമയത്ത് അത്രയും നേരം ഉണ്ടായിരുന്ന ഞാൻ ഒരു ദീർഘശ്വാസം വലിച്ചു. അപ്പോൾ കൂടെ നിന്നവൻ ഒന്ന് പൊട്ടിച്ചിരിച്ചു. ഈ കഥയുടെ ബാക്കി ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബാക്കി കേൾക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.